ശ്രീനാരായണ ഗുരു 1918 ആദ്യ ശ്രീലങ്ക സന്ദർശനം. 1918 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. 1918 തന്നെയാണ് ശ്രീനാരായണ ഗുരു കാവ്യ വസ്ത്രം ധരിച്ചത്. 1918 ശ്രീനാരായണ ഗുരു ആദ്യ ശ്രീലങ്ക സന്ദർശനം നടത്തി. 1920 ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലമാണ്. തൃശ്ശൂർ ജില്ലയിലെ കാരാമുക്ക് എന്ന സ്ഥലത്ത് വിളക്കമ്പലത്തിൽ വിളക്കമ്പല പ്രതിഷ്ഠ നടത്തി. 1920 ശ്രീനാരായണ ഗുരു 1922 രവീന്ദ്രനാഥ് ടാഗോറിനും ശ്രീനാരായണ ഗുരുവും സന്ദർശിച്ചത് ശിവഗിരിയിൽ വച്ചാണ്. രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ശിവഗിരിയിൽ വച്ചാണ്. 1922 ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ് ടാഗോർ സന്ദർശിച്ചു. D.F. ആൻഡ്രൂഡാണ് ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കുമാരനാശാനാണ് തർജിമ നടത്തിയത്. ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും തമ്മിലെ സംഭാഷണം തർജിമ നടത്തിയത് കുമാരനാശാനാണ്. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടന്നു. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമെന്ന് കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ആലുവയിലെ സർവമത സമ്മേളനത്തിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമെന്ന് കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് 1924 ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിലാണ്. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ശിവഗിരിയിൽ വച്ചാണ്. 1925 ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്നത് C. രാജഗോപാലാചാരിയും മഹാദേവ ദേശായിയും ഉണ്ടായിരുന്നു. 1925 ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജിമ ചെയ്തത് N. കുമാരനാണ്. 1925 ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയാണ്. ഗുരുവിൻ്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയാണ്. 1926 ശ്രീലങ്ക വീണ്ടും സന്ദർശിച്ചു. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. 1926 ശ്രീലങ്ക വീണ്ടും ഗുരു സന്ദർശിച്ചു. 1927 ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കളവങ്കോടിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി.